ഇമ്മ ഇമ്മ ചെയ്യുന്നു. നാട്ടിൽ ഇതാ പുതിയ കാറേ ഇങ്ങോട്ട് ബെരീന്ന്. കാത്തിരിപ്പാണ് ഷഹന എന്ന ആൽബം എന്റെ സ്വന്തം ഷഹനാസിന് വേണ്ടി പ്ലേ ചെയ്യണം. കദു കരിയാട് നിന്നാണ് മാണി കണ്ടോളി പ്ലേ ചെയ്യുന്നതെന്ന് അറിയില്ല. എന്തായാലും നല്ല ആൽബം. ഓ ഫാത്തിമ എന്നുള്ള ആൽബം. എന്തിനാടാ ഇങ്ങനെ കിടന്ന് വിളിച്ചു പോകുന്നത്? കാറ് നല്ല കാറ്. ഉമ്മച്ചിയെ നിങ്ങൾ തന്ന പൈസ ഫസ്റ്റ് ഗഡു 60,000 കൊടുത്തു. ബാക്കി 5 കൊല്ലം കൊണ്ട് അടച്ചു തീർത്താ മതി. എന്നാലും 5 വർഷം കൊണ്ട് അടച്ചു തീർത്താ പോരെ? മറ്റുള്ളവർ ഉപയോഗിച്ച വണ്ടി നമുക്ക് ഉപയോഗിക്കണ്ടല്ലോ. ആ തരക്കേടില്ലല്ലോ. എന്തിനാ അമ്മച്ചി ഇപ്പൊ കാറൊക്കെ? ഇപ്പൊ ഇത്ര കഷ്ടപ്പെട്ട് കാശാക്കുന്നത് നമുക്ക് തോന്നിമാതിരി ജീവിക്കാനാ? ഏത് കാര്യത്തിനാ ജി വിലങ്ങിടാത്ത? ഇജെന്റെ പണി എന്താ നോക്ക്. എടി, അനക്കൊരു കല്യാണാലോചന വരുമ്പോഴേ വീടിന്റെ ഉമ്മറത്തൊരു കാറ് കിടക്കണ ഒരു അന്തസ് തന്നെ അറിയോ എനക്ക്? അങ്ങനെ പറഞ്ഞു കൊടുക്കുമ്മ. അവിടെ ഒരു കാര്യം എന്താ ഇത്ര മനജി പേപ്പർ തരുന്നുണ്ട്? ഇന്റെ ഭാവി ഇതിനാണ് നിങ്ങൾക്ക് അറിയില്ലെന്ന്. ഒരു ദിവസം നോട്ടിന് കടിക്കും. അന്ന് ഞാനൊരു ബാലൻസും എടാ വാപ്റ്റിയ കോടതി എത്ര മേനെ കണ്ടോ? ഇതായിരിക്കും ഇവിടെ ബമ്പർ സമ്മാനം ഇങ്ങനെ കൊണ്ട് പോണ്ട്. നിങ്ങൾക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും മൂപ്പരോട് പറയും. മൂപ്പര് നിർത്തി. എന്താ കാര്യം? ഓൻ ചെയ്ത പണി എന്താ കേൾക്കണം നിങ്ങൾക്ക്? വേറെ ആളെ സ്ഥലം കാണിച്ചു കൊടുത്തുകൊണ്ട് ഈ പാവത്തിന്റെ 10,000 ഉറുപ്പ്യ വാങ്ങിക്കുന്നു. ഇപ്പൊ സ്ഥലവും ഇല്ല, പൈസയില്ല. കുറ്റങ്ങളൊക്കെ കൂലിപ്പണിയെടുത്ത് ജീവിക്കുന്നതാണ്. അന്നെ കൊണ്ട് മനുഷ്യനെ നാട്ടിലിറങ്ങി നടക്കാൻ പറ്റതായല്ലോ. ഇപ്പൊ ഈ പൈസ കൂടി ഞാൻ തരും. ഇനി ഇവന്റെ കാര്യം പറഞ്ഞ് ഇന്റെ അടുത്ത് കാര്യം വരരുത്. കേട്ട ബാബുട്ടിയെ, അനക്കറിയില്ലേ, ഞങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും ചെറുതാബം ഇവന്റെ പ്രസവത്തോടെ ഉമ്മ മരിച്ചു. ഒരുപാട് ലാളിച്ചു പോയി. 2 പ്രാവശ്യം ഗൾഫിലും പറഞ്ഞു. എന്നിട്ടും നന്നാവുന്നില്ല. പോരാത്തിന് പെണ്ണും കെട്ടിച്ചെടുത്തു. എന്നാ തന്നെ ഇവൻ നന്നാവുന്നു വിചാരിച്ചു. എന്നിട്ടോ അതും പെന്റെ പെരടിയില്ല. എന്നാ പോരെ, ഇനിയിപ്പോ ഇതും കൂടി പിന്നെ കേറില്ലല്ലോ. കാക്ക പറഞ്ഞേ ഇന്ന കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു പരിപാടി ആകുമ്പോ ലാഭവും നഷ്ടമൊക്കെ ഉണ്ടാവും. ഇപ്പൊ നഷ്ടം മാത്രമേ. നഷ്ടം പറ്റിയ കുറെ നാറുകൾ കുറ്റം പറയാനുണ്ടാവും. അതാണ് ആ 2 ഇളകിക്കണമെങ്കിൽ എന്നെ കാണാൻ എന്ത് കോലുണ്ടായിന്. എടാ വണ്ടി നിർത്തടാ. എന്റെ കാക്കയാ പോകുന്നത്. വണ്ടി നിർത്തടാ. അല്ല പാരിസേ, ഞമ്മള് വാങ്ങിയ കാറാ? തരക്കേടില്ലല്ലോ. ഇപ്പത്തെ കാലത്ത് ഒരു ബമ്പ് വേണമെങ്കിലേ ഇതുപോലൊരു കാറ് വേണം. എന്ത് താത്ത? അത് തന്നെ. അല്ല ഇതിപ്പോ മൊഞ്ചൊക്കൊന്ന് കൂടിയിക്കല്ലോ. ജംഗേറിക്കോ അത്ര മനെ പുതിയ കാറും. അല്ല താത്ത, നിങ്ങൾ എങ്ങോട്ടാണ് ഈ പോണത്? ഒന്ന് ജ്വല്ലറി വരെ പോണം. 1-2 പണ്ടങ്ങൾ മാറ്റി വാങ്ങണം. പിന്നെ പോണ വയ്ക്കും കാക്കാന്റെ അടുത്തൊന്ന്. കാക്കാന്റെ അടുത്തോ? നിർത്തിക്കേ, ഞാനിവിടെ നിന്ന് ഇറങ്ങാം. കുറച്ച് അർജന്റ് ഉണ്ടേ. ശരി, അനക്ക് ഒഴിവുണ്ടാകുമ്പോഴേ ഒന്ന് കുടിയിലേക്ക് വാ. നിങ്ങൾ പോയിക്കോളി. കാക്കാന്റെ അടുത്തേക്ക് പിന്നെ കിട്ടാനേ കാര്യം. നിർത്തല, കാക്ക നമ്മുടെ വണ്ടിയൊക്കെ ഒന്ന് കാണട്ടെ. ആരാപ്പത്? എന്റെ പെങ്ങള് ഹൈറാണല്ലോ. എന്താപ്പത് ഇങ്ങോട്ടൊക്കെ വരാൻ തോന്നിയത്? നിങ്ങളെന്താ കാക്ക ഇങ്ങനെയൊക്കെ പറയണത്? കാക്കനെ കണഞ്ഞാക്ക് ഇങ്ങോട്ട് വന്നൂടെ? അല്ല, അസുഖം പിടിച്ച് കിടന്നപ്പോഴും കൂടിയും കാണാൻ വരാത്തവര് ഇപ്പോ, അതുകൊണ്ട് ചോദിച്ചതാ. അല്ല, ഞങ്ങള് പുതിയ കാറൊക്കെ വാങ്ങിയേ. അല്ല, താത്തയും കുട്ടികളൊന്നും ഇല്ല ഇവിടെ?
ഇപ്പോഴല്ലേ കാര്യം മനസ്സിലായത്. എന്റെ കാറും പത്രാസവും കാണാനേ താത്തയും കുട്ടികളൊന്നും ഇവിടെ അല്ല. ഓലക്കോല പെരി പോയിക്കണ്. എന്നാ ഞങ്ങള് പോവുക. ഫാരിസേ വണ്ടി എടുക്ക്. നിക്കവിടെ. ഈ കോളത്തിൽ ദൂരദർശി നടന്നാലേ എന്റെ മാപ്പിള മുസ്തഫ ഗൾഫിൽ ചോര നീരാക്കിക്കുന്ന പൈസ ഉണ്ടല്ലോ, അത് പുല്ലിച്ചിന്റെ തൗട് പോലെ ആക്കൂലേ. അനക്കറിയില്ല എന്റെ കാര്യം. ഗൾഫിൽ വല്ല മെച്ചൊന്നുമില്ലായിരുന്നു. എന്നാലും ഞാൻ അയക്കണ പൈസ എന്റെ പെണ്ണുങ്ങള്, അതായത് എന്റെ താത്ത സ്വരൂപിച്ചാണ്ടാണ് ഈ കാണുന്ന വീടും ഭൂമിയും മുഴുവനും വാങ്ങിയത്. അതുകൊണ്ട് ഞാനേ ഇതിൽ അധ്വാനിച്ച് ജീവിക്കണ്. പെരയിലെ പെണ്ണുങ്ങൾ നന്നായില്ലെങ്കിലേ പെരന്റെ അടിത്തറ ഇളകും. മനസ്സിലായി എനിക്ക്? ഓക്കെ, പടച്ചോനെ മറന്നുള്ള എന്റെ ഈ കളി ഉണ്ടല്ലോ, അത് നല്ലീനല്ല. കാക്ക അവിടെ പ്രസംഗിച്ച് കിട്ടണം. വണ്ടി എടുക്കും. അതെ. എന്താ വേണ്ട? ഈ മാലയിന്ന് മാറ്റണം. ഇത് പുതിയ മോഡലാണല്ലോ. വേറെ മോഡല് വാങ്ങാനാ. ഇത് മാറ്റുമ്പോ താത്ത ഒരു 2000 രൂപ നഷ്ടമായി തരാം നിങ്ങൾക്ക്. അതൊന്നും സാരമില്ല. ആ മാല ഇങ്ങട്. അല്ലല്ല, അത് അതല്ല. ഇതോ? ആ അത്. ഇതെങ്ങനെയുണ്ട് മോനെ? ഇതെത്ര പവൻ വരും? മൂന്നര പവൻ വരും. 1200 രൂപ കൂട്ടേണ്ടി വരും. അത് പ്രശ്നമല്ല. ഇത് പാക്ക് ചെയ്തോളൂ. ശരിയല്ല. എത്ര പൈസ? 1050 രൂപ. 1000 തന്നാ മതി. ഡിസ്കൗണ്ട് ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്നാ ശരി. പോട്ടെ. ഈ എന്തിനാ ലാഭത്തിന് നഷ്ടത്തിന് കണക്കൊക്കെ പറയേണ്ടത്? അനക്കെന്റെ പണി എന്താ വെച്ചാൽ നോക്കിയാൽ മതി. ഇങ്ങനെയുള്ള സ്ത്രീകളൊക്കെ ഉണ്ടായതുകൊണ്ട് ഈ സ്വർണ്ണ കച്ചവടം നിലനിന്ന് പോണ്ട്. ആരാപ്പത്? സുബിമോളോ? മാഷോ? എന്തൊക്കെയുണ്ട് മോളെ വിശേഷങ്ങൾ? സുഖം തന്നെ. ഉപ്പാന്റെ വിശേഷങ്ങൾ എന്തൊക്കെയാ? വിളിക്കാറില്ലേ? ആ, ഇടയ്ക്കൊക്കെ വിളിക്കാറുണ്ട്. പുതിയ കാറൊക്കെ വാങ്ങിയെന്ന് അറിഞ്ഞു. ആ, വാങ്ങി. ഒക്കെ കടാണ് ബാങ്കിന്നേ. കഴിഞ്ഞ പ്രാവശ്യം ഉപ്പ നാട്ടിൽ വന്നപ്പോ കുറെ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. പുറത്ത് ആളുകൾ കാണുന്ന സാമ്പത്തിക ചുറ്റുപാടൊന്നും ഉപ്പാക്കില്ല മോളെ. നാട്ടിൽ വന്ന് നിൽക്കാനും നല്ല ആഗ്രഹമുണ്ട്. പക്ഷേ നിന്റെ കല്യാണം കൂടി കഴിഞ്ഞിട്ട് മതിയെന്ന് ഞാനാ പറഞ്ഞത്. അതിനിടയിൽ ഇങ്ങനൊരു സാമ്പത്തിക ബാധ്യത കൂടി ഉപ്പാന്റെ തലയിൽ കെട്ടിവെക്കണോ? മാഷേ, അത് ഞാൻ പറയാനുള്ളിടത്തോളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ബാക്കിയൊക്കെ ഉമ്മി കാക്കയല്ലേ തീരുമാനിക്കുന്നത്. അവരോട് ഞാൻ പറഞ്ഞാലൊന്നും കേൾക്കില്ല. എനിക്കറിയാം മോളെ, പടച്ചോനെ മറന്നുള്ള കളി എവിടെ എത്തുവാവോ. ആ, പടച്ചോൻ കാക്കട്ടെ. എന്നാ മാഷേ, ഞാൻ പോട്ടെ. ഓരോരുത്തരും അവിടെ കഷ്ടപ്പെടുക, ബാക്കിയുള്ളവരവിടെ ധൂർത്തടിക്കുക. എന്താ പാപ്പങ്ങൾ ഒറ്റയ്ക്ക് സംസാരിക്കണേ? അതെ, ഞാൻ നമ്മളെ സുബിമോളോട് സംസാരിക്കുകയായിരുന്നു. അവർക്കൊക്കെ വല്ല കാറും ബംഗ്ലാവൊക്കെ ആയില്ലേ ഇപ്പോ. അന്നത്തെ കാലത്ത് ബാപ്പയും ഗൾഫിലൊക്കെ പോവായിരുന്നെങ്കിൽ നമുക്കും ആവായിരുന്നല്ലോ ആ സൗകര്യങ്ങളൊക്കെ. ബാപ്പ ഗൾഫ് പോവാത്തതിന് മോന് സങ്കടമുണ്ടോ? എന്നാ ബാപ്പയ്ക്ക് സങ്കടമില്ല. കാരണം ഒരു മനുഷ്യന്റെ ജീവിതം, മക്കളെ വളർച്ച, വിദ്യാഭ്യാസം, ഇതിലൊക്കെയായിരുന്നു ബാപ്പാന്റെ ശ്രദ്ധ. മുസ്തഫ അവിടെ ഇല്ലാത്തതുകൊണ്ട് അവന്റെ ഫാരീസിന്റെ കാര്യം എന്തൊക്കെയാണെന്ന് നമുക്കറിയോ? ഉമ്മമാരുടെ ശ്രദ്ധ അങ്ങോട്ടൊന്നും പോവില്ല. ഉപ്പാര് തന്നെ വേണം വേണ്ട നേരത്ത് മക്കളുടെ കാര്യം ശ്രദ്ധിക്കാൻ. അറിയണക്ക്? അല്ല, ഞാൻ വെറുതെ പറഞ്ഞെന്നുള്ളൂ പാപ്പ. ഇപ്പൊ മനസ്സിലായോ? ആ, വേണ്ടില്ലായിരുന്നു. ഹലോ ഡ്യൂട്രോസ്, ഹായ് അഞ്ജന, ഗീതു, രഘുചേട്ടൻ, ജോനാസ്, പള്ളിക്കാപ്പിൽ, വിജേഷ്, ബാബുചേട്ടൻ, ഫൈസൽ എക്സെട്രാ. ഉമ്മച്ചിയെ, നിങ്ങൾക്കറിയില്ല മൂസാഖാന്റെ മോനെ? എന്റെ നമ്മുടെ വരണ്ടേ, ഓൻ പല നിലക്കും പൈസ ഉണ്ടാക്കുന്നുണ്ട്. 1 ലക്ഷം ഉറുപ്പ്യ ഉണ്ടെങ്കിൽ ഓന്റെ ബിസിനസ്സിൽ എനിക്കും കൂടാ. നിങ്ങൾ എങ്ങനെയും ഉപ്പാനോട് പറഞ്ഞിട്ട് ഒന്ന് ശരിയാക്കി തരും.
ഹലോ ഏ? ആ ശരി. എന്താ അമ്മച്ചി ഇപ്പാന്റെ ഫോണല്ലേ? ആ ഉപ്പാടെ ഫോൺ തന്നെ. എന്താ അപ്പ പറഞ്ഞേ? ഉപ്പ ഇപ്പൊ വരണുണ്ടാവല്ലേ? അതിലിത്തിരി വിഷമിക്കാൻ എന്താ, സന്തോഷിക്കല്ലേ വേണ്ടേ? മുമ്പ് വരുമ്പോലുള്ള വരവല്ല, ഏ എല്ലാം മതിയാക്കി ഒഴിവാക്കി പോരുവാന്ന്. അതെന്തിനാ? എനിക്കൊന്നും അറിഞ്ഞൂടാ ഉപ്പാന്റെ ഓരോ എന്തല്ലായ്മ. അല്ലാണ്ട് എന്താ ഞാൻ പറയ? എന്തായാലും നന്നായി. ഇനിയുള്ള കാലം ഇപ്പാന്റെ ഒപ്പം കഴിയാലോ. ഓ അല്ല, ഇനിയിപ്പോൾ എന്താ ചെയ്യമ്മ? നമ്മളിവിടെ പല ബാധ്യതകളും ചെയ്തു വെച്ചിട്ടുണ്ടല്ലോ. എനിക്കൊന്നും അറിഞ്ഞൂടാ എന്റെ പരിസേ. അപ്പ തുടങ്ങിയത് എന്റെ കയ്യും കാലും പിറക്കല്. ഈ ബാപ്പാനെ പണ്ടാറക്കാൻ കണ്ട നേരം എപ്പോഴാ വരുന്നത് നിങ്ങൾക്കറിയോ? ഒരാഴ്ച കൊണ്ട് വരുമെന്നാ പറഞ്ഞത്. വല്ലാത്തൊരു കഥ തന്നെ.